പാർലമെന്റിന്റെ ഇരുസഭകളും 5 ദിവസമായി സ്തംഭിപ്പിക്കുന്ന രീതിയിലാണ് പ്രതിപക്ഷം ഈ വിഷയം, അതായത് ബീഹാറിലെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട SIR ചട്ടങ്ങളെ പുറന്തള്ളിക്കൊണ്ട് പ്രതിപക്ഷം ഒന്നടങ്കം എത്തുന്നത്. ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും വരും ദിവസങ്ങളിൽ ഇത് വീണ്ടും ഉന്നയിച്ചുകൊണ്ട് ഇതാണ് വർത്തമാനകാല രാജ്യത്തിലെ പ്രധാന പ്രശ്നമെന്നും ഇത് പരിഹരിച്ചിട്ട് മതി മറ്റു വിഷയങ്ങളിലേക്കുള്ള കടക്കലെന്നും കൃത്യമായി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അതിനുവേണ്ടിയാണ് ജ്ഞാനേഷ് കുമാറിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് അജണ്ടകൾ നടപ്പിലാക്കുന്നു അതെല്ലാം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ തന്നെയാണ് എന്ന് വ്യക്തമാവുകയാണ്. മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായി ശേഷൻ ഇരുന്ന കാലം എല്ലാവരും ഓർക്കുകയാണ്. എന്ത് സത്യസന്ധവും സുതാര്യവുമായിരുന്നു കാര്യങ്ങൾ. ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടെന്നും ആ വ്യക്തി കേന്ദ്ര സർക്കാരിന്റെ കളിപ്പാവയല്ല, ജ്ഞാനേഷ് കുമാറിനെയും രാജീവ് കുമാറിനെയും പോലെ കേന്ദ്ര സർക്കാരിന് വേണ്ടി എന്ത് രീതിയിലുള്ള വൃത്തികേടും കാണിക്കാൻ തയ്യാറായി നിൽക്കുന്നവരല്ല എന്ന് കാണിച്ചു തന്ന TN ശേഷനെ കുറിച്ചും ഇപ്പോൾ പ്രതിപക്ഷം സ്മരിക്കുകയാണ്. കാരണം അത്രയേറെ അഴിമതികൾ ആ രീതിയിൽ വോട്ടർ പട്ടികയിൽ ഇത്രയധികം ഫാബ്രിക്കേഷൻസ് ഉണ്ടാക്കിയിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കൂസലുമില്ലാതിരിക്കുന്നത്. ഈ വ്യക്തിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് പ്രതിപക്ഷം സുപ്രീം കോടതിയിൽ ഹർജിയായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടിക തിരിമറി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇതിന് എവിഡൻസായി തെളിവായി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഒരു രക്ഷയുമില്ല. ഒന്ന് ആലോചിക്കണം, ബീഹാർ കഴിഞ്ഞാൽ ബംഗാളിലും ആസാമിലും കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ഇതിന്റെ വീണ്ടുമുള്ള പല രീതിയിലും NRC പിൻവാതിലൂടെ നടപ്പിലാക്കി പലരെയും ഒഴിവാക്കി BJPയുടെ വ്യക്തമായ അജണ്ടകൾ നടപ്പിലാക്കുകയാണ്. ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി ജാതി സെൻസസ് എന്ന രീതിയിൽ പുതിയ പ്രഹസനമാണ് BJP തുടങ്ങുന്നത്. അവർ തുടങ്ങുന്നതെല്ലാം പ്രഹസനത്തിന് വേണ്ടിയാണ്. യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ല. യാഥാർത്ഥ്യം എന്തെന്ന് വെച്ചാൽ കൃത്യമായി തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി സർക്കാരും കർണാടകയിൽ അവിടെ വലിയ തോതിൽ കോൺഗ്രസ് സർക്കാർ നടപ്പിലാക്കി വരുന്ന ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ത്യ മുഴുവൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നു. ആദ്യം അതിനെ എതിർത്തവർ ഇപ്പോൾ അതിനെ സ്വീകരിക്കുന്നത് അത് നടപ്പിലാക്കാൻ വേണ്ടിയല്ല, കൃത്യമായും പിന്നാക്കം നിൽക്കുന്നവരെ കണ്ടുപിടിച്ച് സമൂഹത്തിൽ അവരുടെ ക്ഷേമം ഊന്നൽ നൽകാൻ വേണ്ടിയുമല്ല, ഡാറ്റ കളക്ഷനാണ്. തുടർച്ചയായി തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കാനുള്ള കൃത്രിമത്വം തേടുകയാണ് BJP സർക്കാർ എന്നുള്ളത് വളരെ വ്യക്തമാണ്. സഭ വീണ്ടും വീണ്ടും സ്തംഭിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. SIR എന്ന് പറയുന്ന പോസ്റ്ററുകൾ എഴുതിക്കൊണ്ട് കീറി അത് പ്രതിഷേധം നടത്തുന്ന സാഹചര്യമായിരുന്നു. പാർലമെന്റ് ചേരുന്നതിന് മുമ്പ് ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ പ്ലക്കാർഡ് ബാനറുമായിട്ട് പ്രതിപക്ഷം എത്തിയതും ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ്. രാജ്യസഭയും SIR പ്രതിഷേധം തുടർന്ന് പിരിച്ചുവിടുന്ന സാഹചര്യമായിരുന്നു. 1980-89 കാലയളവിൽ ബൽറാം സാക്കർ സ്പീക്കർ ആയിരുന്നപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയം CPMന്റെ ബസുദേവ് ആചാര്യ അന്ന് ഉന്നയിച്ചപ്പോൾ തള്ളിക്കളഞ്ഞല്ലോ എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടാണ് വീണ്ടും തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ഒന്ന് ആലോചിക്കണം, അന്നത്തെക്കാളൊക്കെ ഫാറായി ഈ രാജ്യം കലുഷിതമാകുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഇലക്ഷൻ കമ്മീഷന്റെ ബോധപൂർവമായ ശ്രമം.